ചങ്ങായിമാരെ നമ്മൾ വിശകലമാടമുണ്ടല്ല വീണ്ടും ഇറങ്ങിയിട്ടുണ്ടാ, ഒന്നും പറയില്ല. പഴയതിനേക്കാളും കൂടുതൽ വർഗീയതയായിട്ടാണ് ഇപ്രാവശ്യം നമ്മൾ വിശകലമാടം ഇറങ്ങിയിട്ടുള്ളത്. സത്യം പറഞ്ഞിട്ടല്ല, ചില സമയങ്ങളിൽ എനിക്ക് വിശകലമാടത്തിനാ എനിക്ക് നമ്മളെ മമ്മൂട്ടിനെ പോലെ തോന്നുക. നിങ്ങൾ തെറ്റിദ്ധരിക്കണട്ടാ, കാരണം നമ്മളെ മമ്മൂട്ടി കണ്ടല്ല വയസ്സ് കൂടുന്നതിന ഗ്ലാമർ ഇങ്ങനെ കൂടിക്കൊണ്ടേ ഇരിക്കലേ എന്ന്. അതുപോലെയാണ് നമ്മളെ വിശകലമാടത്തിന് വയസ്സ് കൂടുന്നതിന വർഗീയത ഉണ്ടല്ല അതിങ്ങനെ കൂടിക്കൊണ്ടേ ഇരിക്കുന്നു. ഇപ്പൊ നിങ്ങൾക്ക് ഞാൻ ഉദ്ദേശിച്ച മനസ്സിലായല്ലോ. എന്തായാലും ഇപ്രാവശ്യം ഉണ്ടല്ല ഇലക്ഷൻ ആയപ്പം കൂട്ടുന്ന പുറത്തിറങ്ങിയ നമ്മൾ വിശകലമാടം എന്തൊക്കെ വർഗീയതയാണ് പറയുന്നത് നമുക്കൊന്ന് കേട്ടാലോ. വിശകലമാടം പറഞ്ഞ വർഗീയത കേൾക്കുമ്പോൾ എല്ലാവരും ഒരു കാര്യം ശ്രദ്ധിക്കുക, അവനവന്റെ സേഫ്റ്റി അവൻ തന്നെ നോക്കുക, എന്നിട്ട് മാത്രം ഈ വീഡിയോ കാണുക. 1921 സമൂഹ മതമാറ്റം നടന്നിരുന്നത് വായിൽ ഗോമാംസം വെച്ചു കൊടുത്തുകൊണ്ടാണ്. അല്ലാതെ ഇത്രയും പേരെ ഒന്നിച്ച് മതാചാരം നടത്താൻ പറ്റില്ലല്ലോ. അതുകൊണ്ട് വായിൽ ഗോമാംസം വെച്ചാൽ അവൻ ഹിന്ദു അല്ല, അവൻ അമ്പലത്തിൽ പോകാൻ പറ്റില്ല. കാരണം പിന്നെ വിടക്കാക്കി പിന്നെ അവൻ ഇത് സ്വീകരിച്ചേ പറ്റുള്ളൂ. അത് ഇവിടെ കേരളം ഇപ്പൊ ബുദ്ധിമുട്ടില്ലാത്ത എന്താ, ഇവിടെ ഇപ്പൊ മലയാളിക്ക് ബുദ്ധിമുട്ടില്ല. മനുഷ്യനെ തിന്നാൻ കൊടുത്താലും കഴിക്കേണ്ട വിധത്തിലാണ് നമ്മുടെ ഭക്ഷണശീലം മാറിയിരിക്കുന്നത്. മനുഷ്യന്റെ ഇറച്ചിക്ക് നന്ന് എന്ന് പറഞ്ഞാൽ എന്നാൽ ശരിക്കും കഴിച്ചു നോക്കാം എന്ന് പറയാവുന്ന ഇഡിയമിന്റെ ഭക്ഷണശീലത്തിലേക്ക് മലയാളി മാറിയിട്ടുണ്ട്. അതല്ല ഉത്തരേന്ത്യന്റെ ഭക്ഷണശീലം. അവർക്ക് ഗോമാംസം 1857 ഒന്നാം സ്വാതന്ത്ര്യ സമരം നടക്കുമ്പോൾ സ്വന്തം യജമാന് നേരെ തോക്ക് വലിച്ചത് ഈ ഗോമാംസത്തിന്റെ വിഷയത്തിലാണ് പട്ടാളക്കാരൻ വലിച്ചത്. എല്ലാവരും കേട്ടല്ലോ നമ്മൾ വിശകലമാടത്തിന്റെ പുതിയൊരു കണ്ടെത്തൽ. പണ്ടുണ്ടല്ല മതം മാറ്റുന്നത് വായിലേക്ക് ഗോമാംസം ഉണ്ടല്ല ഗോമാംസം വെച്ച് കൊടുത്തിട്ടാണ്. നിങ്ങൾ പറയുന്നത് പോലെയാണ് കണ്ടില്ല കേരളത്തിലെ 99.99% ഹിന്ദുക്കളുണ്ടല്ല അവരൊക്കെ ഇപ്പോഴും മുസ്ലിം ആയിട്ടുണ്ടാവില്ല, മതം മാറി മുസ്ലിം ആയിട്ടുണ്ടാവുമല്ലോ. കാരണം ബീഫ് കിട്ടിക്കഴിഞ്ഞാൽ കേരളത്തിൽ 99.99% ഹിന്ദുക്കളുണ്ടല്ല അവരെന്തായാലും ആ ബീഫ് നിർബന്ധമായും കഴിച്ചിട്ടുണ്ടാവും. അതുകൊണ്ട് വിശകലമാടം ഉണ്ടല്ല പൊട്ടത്തരവും പച്ചക്കള്ളാന്ന് പറയുന്നെങ്കിലും ലോജിക്കുള്ള പൊട്ടത്തരം പറയാൻ നോക്കട്ടാ. പിന്നെ നമ്മൾ വിശകലമാടത്തിന് കേരളത്തിലെ ഭക്ഷണ രീതിയോട് തീരെ താല്പര്യമില്ല. കാരണം മലയാളികളുണ്ടല്ല മനുഷ്യനെ കിട്ടിയ പോലും കഴിക്കുന്നതാണ് നമ്മളെ വിശകലമാടം കിടന്നങ്ങ് തള്ളുന്നത്. പക്ഷെ ഉത്തരേന്ത്യക്കാരുടെ ഭക്ഷണ രീതി ഉണ്ടല്ല അത് വിശകലമാടത്തിന് ഒരുപാട് ഇഷ്ടമാണ്. മലയാളികളെ കുറ്റം പറഞ്ഞ വിശകലമാടം നിങ്ങൾ ഉത്തരേന്ത്യക്കാരുണ്ടല്ല ഉത്തരേന്ത്യ സംഖ്യകള് ചാണകമാണ് ഏറ്റവും ഇഷ്ടപ്പെട്ട് കഴിക്കുന്ന സാധനം. ആ സാധനം വിശകലമാടത്തിന്റെ സംസാരം കേൾക്കുമ്പോൾ വിശകലമാടവും ഒരുപാട് ഇഷ്ടത്തോടെ കഴിക്കാറുണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത്. അങ്ങനത്തെ ടീം ചാണകം കഴിക്കുന്ന ടീമാണ് മലയാളികൾ നല്ല ഭക്ഷണം കഴിക്കുന്ന മലയാളികളെ കുറ്റം പറയാൻ വരുന്നത്. പിന്നെ മനുഷ്യനെ കഴിക്കുന്ന കാര്യം വിശകലമാടം പറഞ്ഞുകൊണ്ട് ഞാനൊരു കാര്യം പറട്ടെ. നിങ്ങളുടെ നേതാവുണ്ടല്ല ചന്ദ്രശേഖരൻ മുതലാളി കുറച്ചു ദിവസം മുന്നേ തുണിയില്ലാത്ത ഒരു സ്വാമിനെയും കൊണ്ട് കുറച്ച് സമയം നടന്നിട്ടുണ്ടായിരുന്നു. ആ ടീമുണ്ടല്ല ആ സ്വാമിയാറാണ് ഉത്തരേന്ത്യ ഉണ്ടല്ല മനുഷ്യമാംസം വരെ കഴിക്കാറുണ്ടെന്ന് പല ആൾക്കാരും പറയുന്നത്. അതുകൊണ്ട് പറഞ്ഞു വിശകലമാടുണ്ടല്ല സ്വന്തം പല്ലിട കുത്തിയിട്ട് സ്വയം നിറം നിൽക്കരുത് കേട്ടാ. ഇനി ഏതായാലും നമുക്ക് വിശകലമാടം കേരള സ്റ്റോറി 2 ഇല്ലേ, കേരള സ്റ്റോറി 2നെ കുറിച്ച് പറയുന്ന കുറച്ച് മനോഹരമായ പൊട്ടത്തരം കൂടി കേട്ടാലോ. വാ, ഈ പ്രാവശ്യത്തെ കേരള സ്റ്റോറി കണ്ടു. ഞാൻ ട്രെയിലർ കണ്ടാൽ എന്താ പറയുന്നത്? അത് എവിടുത്തെ സംഭവം? മുഖ്യമന്ത്രിക്ക് പറ്റിയ പൊട്ടത്തിനെ പറ്റരുത്. ഇൻഡോർ കൃത്യമായി ഇൻഡോർ കേരളത്തിലെ സിറ്റി അല്ല. ആ ഇൻഡോറിലെ അല്ല കേരള സ്റ്റോറി എന്ന് പറഞ്ഞാൽ ആദ്യത്തെ കേരള സ്റ്റോറിയാണ് ഇത്. കേരള ഗോസ് ബിയോണ്ട്. ബാക്കി കണ്ടു കേരള സ്റ്റോറി ഗോസ് ബിയോണ്ട് അല്ലെ, കേരളത്തിനും അപ്പുറം 3 പെൺകുട്ടികളുടെ കഥ ഇവിടെയും പറയുന്നു. അന്ന് പറഞ്ഞ 3 പെൺകുട്ടികൾ കേരളത്തിൽ നിന്ന് മാത്രം. ഇപ്പൊ ഞാൻ പറയൂ അല്ല കേരളത്തിൽ നിന്ന് വളർന്നു, കേരളത്തിൽ നിന്ന് വളർന്നു. ഈ അനുഭവം ഇൻഡോറില് ആ എര തന്നെ പത്രസമ്മേളനം നടത്തി. അത് കേസായതാണ്. ആ കുട്ടി ഭർത്താവ് തന്നെ നിർബന്ധിച്ച് ഗോമാംസം തീറ്റിച്ചു എന്നത് അവിടെ കേസായതാണ്. ആ കുട്ടി ലവ് ജിഹാദിന്റെ ഇരയായിട്ട് ഇഷ്ടമില്ലാത്ത വിധത്തിൽ ഭക്ഷണം കഴിക്കേണ്ടി വന്നു. നമ്മളെ വിശകലമാടം പറഞ്ഞത് കേരള സ്റ്റോറി 2 ഉണ്ടല്ല കേരളത്തിന്റെ കഥയല്ല, കേരളം എന്ന് പേരിട്ടതേ ഉള്ളൂ, അതേ ചെയ്തിട്ടുള്ളൂ. എന്റെ വിശകലമാടം ഞാനുണ്ടല്ല വിശകലമാടത്തിന്റെ പേരും വിളിച്ചിട്ട് വിശകലമാടത്തിന്റെ തന്തക്കും തള്ളക്കും തെറി വിളിച്ചില്ലേ വിശകലമാടം അത് കേട്ട് അനങ്ങാതിരിക്കുക. എന്റെ ഒറ്റ ചോദ്യം അത്. ഞാൻ വിശകലമാടത്തിനോട് പറഞ്ഞു മാടത്തിനെ ഞാൻ ഉദ്ദേശിച്ചില്ല, മാടത്തിന്റെ പേര് പറഞ്ഞെന്നുള്ളൂ, ഞാൻ ഉദ്ദേശിച്ച ആൾക്കാരുണ്ടല്ല അത് വേറെയാണെന്ന് ഞാൻ പറഞ്ഞല്ലേ. വിശകലമാടം അടങ്ങി ഒതുങ്ങി ഇരിക്കുമായിരിക്കും അല്ലേ, ഉറപ്പല്ലേ? എന്താണ് വിശകലമാടം? സ്വന്തം നാടിന ഒരു ടീം വന്നിട്ട് അവമാനിക്കുമ്പോൾ അവരെ ന്യായീകരിക്കാൻ വേണ്ടിയിട്ടില്ല രാജ്യസ്നേഹവും ദേശസ്നേഹവും ഇല്ലാത്ത നിങ്ങളപ്പോഴത്തെ സംഖ്യകളില്ലേ അവരെ കൊണ്ടേ പറ്റൂ. പിന്നെ വിശകലമാടം ഇൻഡോറിൽ ഏതോ ഒരു യുവതിനെ നിർബന്ധിച്ച് ബീഫ് കഴിപ്പിച്ചതിന്റെ കഥയൊക്കെ പറഞ്ഞ് അതിന്റെ കേസൊക്കെ പറഞ്ഞ് വിശകലമാടം ആ കേസ് പിന്നെ എന്തായെന്ന് വിശകലമാടം അന്വേഷിച്ചോ? വിശകലമാടം നിങ്ങൾ BJP ഭരിക്കുന്ന സംസ്ഥാനമായിട്ട് പോലും ഉണ്ടല്ല ആ കേസിനുണ്ടല്ല തെളിവില്ലാന്നും പറ്റി ആ കേസ് തള്ളിപ്പോയി വിശകലമാടം. അതെന്താണ് വിശകലമാടം പറയാത്തത്? എന്നിട്ട് ആ സത്യം മൂടി വെച്ചിട്ട് ഇമാതിരി പച്ച കള്ളം പറയണമെങ്കിൽ കുറച്ചെന്നല്ലാട്ട ഒളുപ്പം നാണുമാനും ഇല്ലാതിരിക്കേണ്ടത്. എന്തു പറയുമ്പോ ലവ് ജിഹാദ്, ഗോമാംസം, ഹിന്ദു, മുസ്ലിം, പാകിസ്ഥാൻ ഇതൊക്കെ സംസാരിക്കാൻ വേണ്ടി ഇവരെ വിടാതിരുന്നാലുണ്ടല്ല ഇവർക്കുണ്ടല്ല ഒരു മിനിറ്റ് ഒരു സെക്കൻഡ് പോലും ജീവിക്കാൻ കഴിയില്ല കേട്ടാ. വായ തുറന്നാലുണ്ടല്ല വർഗീയത എന്ന് പറഞ്ഞാൽ വർഗീയത പോലും ചിലപ്പോഴല്ല ഇവരെ വർഗീയത കേട്ട് തോറ്റുപോകും. നമുക്കിനി എന്തായാലും ഉണ്ടല്ലോ നമ്മളെ വിശകലമാടത്തിന്റെ അടുത്ത മനോഹരമായ മൊഴിമുത്തുകൾ എന്ന് കേട്ടിട്ട് വന്നാലോ. ഇവിടെയല്ലേ ഗുരുവായൂരപ്പനെ വിളിച്ചാൽ നരകത്തിൽ പോകുന്നു പറഞ്ഞത്? ഇവിടെയല്ലേ അമ്പലത്തിന് വഴിപാട് കൊടുത്താൽ മറ്റേ വേശ്യാലയത്തിന് കൊടുക്കണ പോലെയാണെന്ന് പറഞ്ഞത്? ഇവിടെ ജാതി മതം ഒന്നാണ്. ഏതർത്ഥത്തിൽ ഇവിടെ ജാതി മതം ഒന്നാന്ന് പറയുന്നത്?
അപ്പൊ ഒരുപക്ഷെ അഭിനയിക്കുകയാണ് ഇവിടെ, മറ്റുള്ളവർക്ക് അഭിനയമില്ല. അവർ ഉള്ളിൽ തോന്നുന്ന വെറുപ്പ് എന്താണെന്ന് തുറന്നു പറയും. ഒരു വിഷയം നിങ്ങൾ ആ ചെയ്യുന്നത് ശരിയല്ല കേട്ടോ എന്ന് പറയും. ഇവിടെ അത് പറയാതെ ഉള്ളിൽ വെച്ചുകൊണ്ട് ഈ വിഷമൊക്കെ ഉള്ളിൽ വെച്ചുകൊണ്ട് പ്രവർത്തിക്കുന്നു എന്നുള്ളതാണ് കേരളത്തിന്റെ പ്രത്യേകത. അപ്പൊ ഈ തള്ള് നിർത്താനായിരിക്കണം. ഉത്തരേന്ത്യയിൽ അങ്ങനെയൊന്നുമില്ല. ഞങ്ങളെന്തോ ഇന്ത്യയിൽ ഇപ്പൊ ഇന്ത്യയുടെ സിറിയയായിട്ട് മാറിയില്ലേ കേരളം? കേരളത്തിൽ നിന്നായിരുന്നു ആടിനെ വെക്കാൻ സിറിയയിലേക്ക് കൊണ്ടുവരുന്നത്. ഇപ്പൊ ഉത്തരേന്ത്യയിൽ ഞങ്ങളുടെ പെൺകുട്ടികളെ കെട്ടിച്ചുകൊണ്ട് വരുന്നത്. അവർക്കുള്ള സേഫ് സോൺ ആണ് കേരളം. അത് മോണോലിസി ആയാലും വേണ്ടിയില്ല, അത് 2 വർഷം മുമ്പ് വേറൊരു കുട്ടിയെ അത്തരത്തിലുള്ളവർ ഓടിയെത്തുന്ന കേന്ദ്രം കേരളമാണ്. എന്റെ വിശകലമാടം, നിങ്ങളെ BJP ഭരിക്കുന്ന ഉത്തരേന്ത്യയിൽ ആൾക്കാരുണ്ടല്ല കേരളത്തിൽ വന്നാലേ ജീവിക്കാൻ പറ്റുമെന്ന് പറഞ്ഞാല് നമ്മൾ മലയാളികൾ അതിൽ എന്ത് തെറ്റ് ചെയ്ത്? നിങ്ങൾ BJP ഭരിക്കുന്ന സംസ്ഥാനങ്ങളിൽ ജീവിക്കാൻ പറ്റുന്നില്ലാന്ന് അവര് പറയുന്നുണ്ടെങ്കിൽ അത് നിങ്ങളെ തെറ്റല്ലേ? നിങ്ങൾ BJPന്റെ തെറ്റല്ലേ വിശകലമാടാത്? പിന്നെ കല്യാണം കഴിക്കാൻ വേണ്ടി മാത്രമാണോ ഉത്തരേന്ത്യൻ ആൾക്കാർ കേരളത്തിലോട്ട് വരുന്നത്? എന്റെ വിശകലമാടം അല്ലല്ലോ. ജോലിയെടുത്ത് ജീവിക്കാൻ കൂടിയല്ലേ കേരളത്തിലോട്ട് ഉത്തരേന്ത്യൻ ആൾക്കാർ വരുന്നത്? അങ്ങനെ കേരളമാണ് ജീവിക്കാൻ ഏറ്റവും നല്ലതെന്ന് അവരൊക്കെ കരുതുമുണ്ടല്ല. മലയാളിയായ കേരളക്കാരിയായ വിശകലമാടം, നിങ്ങൾ അഭിമാനിക്കുകയല്ലേ അതിൽ വേണ്ടത്? അങ്ങനെ അഭിമാനിക്കാതെ ഇങ്ങനെ കുരുപൊട്ടിക്കഴിഞ്ഞില് എത്ര കാലം ഇങ്ങനെ കുരുപൊട്ടിട്ട് കേരളത്തിൽ ജീവിക്കാൻ പറ്റും എന്റെ വിശകലമാടം നിങ്ങൾക്ക്? പിന്നെ വിശകലമാടം ഈ സംസാരത്തിന്റെ ഇടക്കണ്ടല്ല അമ്പലങ്ങളെ കുറിച്ചൊക്കെ സംസാരിക്കുന്നത് ഞാൻ കേട്ടു. എന്റെ വിശകലമാടം, കേരളത്തിലെ അമ്പലങ്ങളിലെ അവിടെ മാത്രമാണ് ദളിതർക്കായാലും ശരി, ഈഴവർക്കായാലും ശരി, ആർക്കായാലും ശരി പേടിക്കാതെ ഭയക്കാതെ ധൈര്യത്തോടെ കടന്നു ചെല്ലാൻ പറ്റുള്ളൂ. അത് നമ്മൾ കേരളം ഉണ്ടല്ല പണ്ടേ ഉണ്ടാക്കിയ നവോത്ഥാന മൂല്യങ്ങളില്ലേ അതുകൊണ്ടുണ്ടാക്കിയ മാറ്റമാണ് എന്റെ വിശകലമാടം. നേരെ മറിച്ച് നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടമുള്ള ഉത്തരേന്ത്യയിലെ അവിടെയുള്ള ഏതെങ്കിലും ഒരു അമ്പലത്തിലുണ്ടല്ല ദളിതർക്ക് ധൈര്യത്തോടെ കയറിച്ചെന്ന് ഒന്ന് പ്രാർത്ഥിക്കാൻ പറ്റുമോ എന്റെ വിശകലമാടം? അങ്ങനെ ഏതെങ്കിലും ഒരു ദളിതൻ ധൈര്യത്തോടെ അമ്പലത്തിൽ പോയി പ്രാർത്ഥിച്ചിട്ടുണ്ടെങ്കിൽ പിന്നെ അവന് വീട്ടിൽ അവനും അവന്റെ കുടുംബത്തിനും വീട്ടിൽ കിടന്നുറങ്ങാൻ പറ്റുമോ എന്റെ വിശകലമാടം? അമ്പലത്തിൽ കയറി പ്രാർത്ഥിച്ച അവനെയും അവന്റെ കുടുംബത്തെയും നിങ്ങളെ ഉന്നതകുല സംഖ്യകളില്ലേ അവരുണ്ടല്ല ഇല്ലാതാക്കി കളിയില്ലേ എന്റെ വിശകലമാടം? ദളിതൻ അമ്പലത്തിൽ കയറി കഴിഞ്ഞാൽ അവിടെ പുണ്യാഹം ഇപ്പോഴും തളിക്കുന്ന ആ സംഖ്യക്ക് വേണ്ടിയിട്ടാണല്ലോ എന്റെ വിശകലമാടം ഇങ്ങനെ സംസാരിക്കുന്നത്. അതുകൊണ്ട് വിശകലമാടം, നിങ്ങൾ ഒരുപാട് സ്നേഹിക്കുന്ന ഉത്തരേന്ത്യയിലെ ആ ഉത്തരേന്ത്യന്റെ ലെവലിലേക്ക് നമ്മളെ കേരളം താഴാത്തതുണ്ടല്ല. നിങ്ങൾ സംഖ്യകൾ കേരളം ഭരിക്കാത്തത് കൊണ്ട് മാത്രമാണ്. ഇനി നമുക്ക് വിശകലമാടത്തിന്റെ ലാസ്റ്റത്തെ മനോഹരമായ വൃത്തികെട്ട വർഗീയതയും കൂടി ഒന്ന് കേട്ടാലോ? കേരളത്തിലൊരു പഞ്ചായത്ത് പ്രസിഡന്റ് വിചാരിച്ചാൽ പാലസ്തീന് മോചനം കൊടുക്കാൻ പറ്റുമോ? കേരളത്തിലൊരു വാർഡ് മെമ്പർ വിചാരിച്ചാൽ ഇസ്രായേലിനെ നിലയ്ക്ക് നിർത്താൻ പറ്റുമോ? നമ്മൾ നമ്മുടെ ഗ്രാമത്തിന്റെ വികസനം ചർച്ച ചെയ്യുന്നതിന് പകരം പലസ്തീൻ വിഷയമാണ് കഴിഞ്ഞ പഞ്ചായത്ത്. കാരണം അതിന് വോട്ടുണ്ടെന്ന് മനസ്സിലാക്കി. ഈ വോട്ടിന് വേണ്ടിയുള്ള ജാടകളല്ലാതെ ജനങ്ങളുടെ അടിസ്ഥാന വിഷയം ഇവരാരും ചർച്ച ചെയ്യുന്നില്ല. അപ്പൊ നമ്മുടെ പ്രിയപ്പെട്ട വിശകലമാടം പറയുന്നത് നമ്മൾ മലയാളികളുണ്ടല്ല ആവശ്യമുള്ള കാര്യങ്ങളെ കുറിച്ചൊന്നും സംസാരിക്കുന്നില്ല. നമ്മൾ അനാവശ്യമായ ഇറാനെ കുറിച്ചും പലസ്തീനെ കുറിച്ചൊക്കെയാണ് സംസാരിക്കുന്നതെന്ന് നമ്മൾ വിശകലമാടം പറഞ്ഞു വരുന്നത്. എന്റെ വിശകലമാടം, നമ്മളെ കുറിച്ച് മാത്രമാണ് സംസാരിക്കുന്നെങ്കിൽ നമ്മളുണ്ടല്ല മനുഷ്യന്മാരല്ല വിശകലമാടം. ഒരു യഥാർത്ഥ മനുഷ്യനുണ്ടല്ല തന്നെ ബാധിക്കുന്ന പ്രശ്നങ്ങളെ കുറിച്ച് മാത്രമല്ല സംസാരിക്കേണ്ടത്, തന്റെ കൂടെയുള്ള അല്ലെങ്കിൽ താൻ അറിയാത്ത ആൾക്കാർ നേരിടുന്ന ഒരുപാട് ബുദ്ധിമുട്ടില്ലേ അവർക്ക് വേണ്ടി സംസാരിക്കുന്നവനാണ് യഥാർത്ഥ മനുഷ്യൻ. കേട്ടോ വിശകലമാടം? അതുകൊണ്ട് കേരളത്തിലെ സംഘികളല്ലാത്ത എല്ലാ മലയാളികളും ഉണ്ടല്ല അവരുണ്ടല്ല അന്യന്റെ വിഷമത്തിൽ സങ്കടപ്പെടും, അവന് വേണ്ടി സംസാരിക്കും വിശകലമാടം. പിന്നെ വേറൊരു കാര്യം കൂടി വിശകലമാടം, ഇറാനെ കുറിച്ചും പലസ്തീനെ കുറിച്ചും ഒക്കെ സംസാരിക്കുന്ന മലയാളി ഉണ്ടല്ല ഇവിടുത്തെ കേരളത്തിലെ പ്രശ്നങ്ങളില്ലേ അതിനെക്കുറിച്ചും കൃത്യമായി സംസാരിക്കാറുണ്ട്. കേരളത്തിലെ പ്രശ്നങ്ങൾ മാത്രമല്ല ഇന്ത്യ നേരിടുന്ന ഭീഷണിയില്ലേ അതിനെക്കുറിച്ചൊക്കെ കൃത്യമായി സംസാരിക്കാറുണ്ട്. അങ്ങനെ മലയാളികൾ സംസാരിക്കുന്നത് കൊണ്ട് മാത്രമാണ് നമ്മളെ കേരളം മറ്റുള്ള സംസ്ഥാനങ്ങളെക്കാൾ ഇത്രമാത്രം ഉയർന്നു നിൽക്കുന്നത്, ഇത്രമാത്രം വളർന്നു നിൽക്കുന്നത്. അല്ലാണ്ട് വിശകലമാടത്തിന്റെ എല്ലാമായി ഉത്തരേന്ത്യയിൽ മുസ്ലിം പള്ളിന്റെ അടുത്ത് ശിവലിംഗം കൊണ്ടൊന്നും തപ്പുന്നില്ലേ ആ പരിപാടികൾ മലയാളി എടുക്കാറില്ല. അതുമാത്രമല്ല ഉത്തരേന്ത്യയിൽ ഏതെങ്കിലും ഒരു മുസ്ലിമിന്റെ വീട്ടില് പോത്തിറച്ചി ഉണ്ടോ, അവൻ കോയിറച്ചി കഴിക്കുന്നുണ്ടോ നോക്കിയിട്ട് അവനെ ആക്രമിക്കുന്നില്ലേ, അവനെ ഇല്ലാതാക്കാൻ നോക്കുന്നില്ലേ, അത്തരം വൃത്തികെട്ട സംഘി പരിപാടിയൊന്നും മലയാളികൾ എടുക്കുന്നില്ല. അതുകൊണ്ട് മാത്രമാണ് നമ്മളെ കേരളം ഇങ്ങനെ വളർന്നുകൊണ്ടേയിരിക്കുന്നത്. അങ്ങനെയുള്ള നമ്മളെ കേരളത്തിന്റെ വളർച്ച കാണുമ്പോൾ വിശകലമാടത്തിനും സംഘിക്കുണ്ടല്ല വല്ലാണ്ട് കുരുവട്ടും, ഒരു ഒന്നൊന്നര കുരുവട്ടും. കാരണം മലയാളികൾ വിവരമുള്ള ആൾക്കാരായിട്ട് തുടരുമുണ്ടല്ല, നിങ്ങളെപ്പോലത്തെ വർഗീയവാദികൾ പറഞ്ഞ വിഷയമുണ്ടല്ല അത് മലയാളികൾ ചെവി കൊള്ളില്ലല്ലോ. അതുകൊണ്ടാണ് നിങ്ങൾക്കുണ്ടല്ല ഇങ്ങനെ കുരുപൊട്ടുന്നത്. അപ്പൊ ഒരു മാറ്റമില്ലാതെ വയസ്സ് കൂടുന്നതിന് ഇങ്ങനെ വർഗീയത കൂടി വരുന്ന വിശകലമാടത്തിനും പിന്നെ ഇഷ്ടപ്പെടുന്ന എല്ലാവർക്കും എന്റെ ഒരു നല്ല സുലാൻ.